കേരളത്തിൽ നിന്നുള്ള 18 ലോക്സഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. ഭൂരിപക്ഷ അംഗങ്ങളും മലയാളത്തിലാണ് സത്യവാചകം ചൊല്ലിയത്. ഭരണഘടന കയ്യിൽ പിടിച്ചായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. വിദേശത്തുള്ള ശശി തരൂരിന്റെ സത്യപ്രതിജ്ഞ വെള്ളിയാഴ്ച നടക്കും. I, Shafi Parambil, having been elected a member of the House of the People, do solemnly affirm that I will bear true faith and allegiance to the Constitution of India. मैं हाईबी ईडन जो लोकसभा का सदस्य निर्वाचित हुआ हूं, ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत की संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. കെ രാധാകൃഷ്ണനായ ഞാൻ ലോകസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ വിവരങ്ങളുമായി ധനസുബോധ് ചേരുന്നുണ്ട്. ധനസുബോധ്, സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായോ? വിവരങ്ങൾ. കേരളത്തിനും മധ്യപ്രദേശിനും ശേഷം ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്നത്തേക്ക് പൂർത്തിയായിരിക്കുകയാണ്. ഇനി മഹാരാഷ്ട്രയിൽ 48 അംഗങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂർത്തിയായാലും ഇതിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പം നാളെയായിരിക്കും ഇനി മഹാരാഷ്ട്ര മുതൽ മറ്റു സംസ്ഥാനങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഇംഗ്ലീഷിലെ അക്ഷരമാല ക്രമത്തിലാണ് സത്യപ്രതിജ്ഞ നടത്തുന്നത്. ആദ്യം ആന്ധ്രാപ്രദേശിലായിരുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മധ്യപ്രദേശിൽ നിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ MP കേരളത്തിലുള്ള അംഗങ്ങളാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധിക ചുമതല ഏറ്റിരിക്കുന്നത്. ഇതിൽ ഹൈബീഡനാണ് ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ബാക്കി 5 അംഗങ്ങൾ ഇംഗ്ലീഷിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. ബാക്കി ഭൂരിപക്ഷം അംഗങ്ങളും മലയാളത്തിൽ തന്നെയായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളത് കെ രാധാകൃഷ്ണൻ, അദ്ദേഹം ദൃഢപ്രതിജ്ഞയാണ് ചെയ്തത്. ബാക്കിയുള്ള എല്ലാ അംഗങ്ങളും അവർ ഈശ്വരനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞ ചടങ്ങ് ഇപ്പോൾ തുടരുകയാണ്. ഇനിയിപ്പോൾ നാളെയായിരിക്കും ബാക്കിയുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. ശരി, ധനസുബോധ്.